ഡേയ് ഡിസ്ക്ലൈമർ മൊത്തം വായിച്ചിട്ട് ബാക്കി വീഡിയോ കാണണേ. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് തിയേറ്ററുകളിൽ വമ്പൻ ഹിറ്റായ, ജനങ്ങൾ ആത്തുല്ലസിച്ച് ആളുകൾ റിപ്പീറ്റ് അടിച്ച് കണ്ട പുലിമുരുകൻ. നമ്മുടെ ഏട്ടനാണ് ഇതിലെ നായകൻ. ഹലോ. ഏട്ടന്റെ പേര് മുരുകൻ, അതുകൊണ്ട് മുരുകൻ ഏട്ടൻ. എന്താ ഇങ്ങനെ? ഇനി കഥയിലേക്ക് കിടക്കാം. കം ബോലോ സാബ്. മുരുകൻ ഏട്ടന് ഭാര്യയും ഒരു മോളുമുണ്ട്, കൂടാതെ ഒരു അനിയനുമുണ്ട്. അനിയൻ പുറത്തെവിടെയോ പഠിക്കുകയാണ്. പേര് മണിക്കുട്ടൻ. ഭാര്യയുടെ പേര് മൈനയാണ്. മകളുടെ പേര് ചക്കി. ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് മനുഷ്യനെ തിന്നുന്ന പുലി. നമ്മുടെ മുരുകൻ ഏട്ടന്റെ അച്ഛനെയും തിന്നത് പുലിയാണ്. ആ കാഴ്ചയിൽ നിന്നാണ് മുരുകൻ ഏട്ടന് പുലിയുമായി നേരിടാൻ ശക്തി ലഭിച്ചത്. കൊല്ലണം, പുലിയെ കൊല്ലണം. ഡാഡി ഡാഡി ഗിരിജ. എല്ലാവരും ഡാഡി ഗിരിജ ഡാഡി ഗിരിജ എന്നാ വിളിക്കുന്നത്. ആരുടെ തന്തയാണോ ആവോ? എന്റെ ഡാഡി എങ്ങാനും ഇത് അറിഞ്ഞാലുണ്ടല്ലോ. ഇയാളാണ് വില്ലൻ. ഇയാൾക്ക് സിനിമയിൽ ഒരു മകനുണ്ട്. എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ആ പൊട്ടൻ തന്നെ. പേര് ശിവ. ശിവയും ഡാഡി ഗിരിജയും കൂടി ക്യാൻസറിനുള്ളൊരു മരുന്നാണ് എന്ന് പറഞ്ഞ് കഞ്ചാവ് ബിസിനസ് മുരുകനേട്ടനും മണിക്കുട്ടനും മാമനും വഴി നടത്തുന്നു. അങ്ങനെ അവരെ കബളിപ്പിക്കുന്നു. ഈ മാമനെ എവിടെയോ മനസ്സിലായി. അങ്ങനെ ഈ കബളിത്തരം മുരുകൻ മനസ്സിലാക്കുന്നു. ഈ കബളിത്തരം മുരുകൻ മനസ്സിലാക്കിയെന്ന് ഡാഡി മനസ്സിലാക്കുന്നു. എന്നിട്ട് മുരുകനെ കൊല്ലാൻ നോക്കുന്നു. പക്ഷെ നമ്മുടെ ഡാഡി നമ്മോട് വിട പറഞ്ഞു. പുലിക്ക് കോളായി. ഇത്രയേ ഉള്ളൂ സിനിമ. ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ന്യൂട്ടൺ പറഞ്ഞതുപോലെ ലോ ഓഫ് ഫോറസ്റ്റ് പറഞ്ഞ ആളാണ് ഇതിലെ മൂപ്പൻ. അക്കോർഡിംഗ് ടു മൂപ്പൻ, ഇര തേടി വരുന്ന പുലി കെണി തേടി വരില്ല. അതിന് അവിടെ പുലിയുടെ മടയില് പോയി കൊല്ലണം. എനിക്ക് അന്തസ്സുണ്ടല്ലോ മനുഷ്യ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ്. അടുത്ത ഒരു വലിയ പടവുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.